രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലിരുന്ന് നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളെല്ലാം കാണുന്ന ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ ശാരീരികമാവസ്ഥ അനുവദിക്കുന്നത് പോലെ മുട്ടുമേലായിരുന്നോ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം, നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തത്, ദൈവത്തോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം വചനത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുക. 39:17 പറയുകയാണ്, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്ക് ചോദിക്കാൻ കഴിയുകയില്ല. ദൈവത്തോട് ഇതെന്ത്, ഇതെന്തുകൊണ്ട്, നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ്, യഥാകാലം എല്ലാം വെളിവാകും. സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള, അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന ഇന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവ് തരുമെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മുമ്പത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ്, നല്ലതാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും സംഭവിക്കുമെന്ന്. അപ്പം അതിന് നമുക്കൊരു സംശയം വേണ്ട, നമുക്കൊരു ആശങ്കയും വേണ്ട. തമ്പുരാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഈ അൽത്താരയ്ക്ക് മുമ്പിലായിരിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവനാണ് കർത്താവ്. 38 വർഷം ബത്സേദ കുളക്കടവിൽ രോഗിയായി കിടന്നവനാണ്. സകല പ്രതീക്ഷകളും അസ്തമിച്ച്, സകല സ്വപ്നങ്ങളും താറുമാറായി, സകലരാലും പരിത്യക്തരായി ഉപേക്ഷിക്കപ്പെട്ടവനായി കിടന്നവനോട് കർത്താവ് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പോയി. ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസമാണ്. കല്ലറയ്ക്കുള്ളിലായിരിക്കെ സ്വന്തം സഹോദരി പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സാഹചര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ ലാസർ മരിച്ചു, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റനേകരുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ മാനുഷിക കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ ചില ദുർഗന്ധം വമിക്കുന്ന, പ്രതീക്ഷ അസ്തമിച്ചു പോയ, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടതുപോലെയുള്ള ചില ജീവിത അനുഭവങ്ങളെ നമ്മൾ കാണുന്നുണ്ടാകും. നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതൊരു വസ്തുതയാണ്, ശരിയാണത്. എല്ലാം അസ്തമിച്ച് നമുക്ക് തോന്നാം. അതുകൊണ്ടാണല്ലോ മർത്താവ് പറഞ്ഞത്, കർത്താവേ, ഇത് 4-ാം ദിവസമാണ്, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. അവരുടെ അറിവനുസരിച്ച് 3 ദിവസം കഴിയുമ്പോൾ ശരീരം ജീർണിക്കാൻ തുടങ്ങും, അഴുകാൻ തുടങ്ങും. അപ്പോൾ ദുർഗന്ധം ഉണ്ടാകും. ഭർത്താവ് പറഞ്ഞു, കർത്താവേ, ശരീരത്തിൽ നിന്നും ദുർഗന്ധം ഇപ്പോൾ വമിക്കുന്നുണ്ടാകും. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയുണ്ടായിരുന്ന ലാസറിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. ലാസർ ജീവനോടെ പുറത്തു വന്നു. അതാണ് സത്യം. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കർത്താവ് കാണുന്നതാണ് സത്യം. മനുഷ്യൻ കാണുന്നത് വസ്തുതയാണ്, ശരിയായിരിക്കാം. പക്ഷേ അതിനപ്പുറം കാണാൻ കർത്താവിന് പറ്റും. ഒരു ബാലിക, അവൾ മരിച്ചുവെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാം കരയാൻ തുടങ്ങി, വിലപിക്കാൻ തുടങ്ങി. കർത്താവ് മുറിയിലേക്ക് കയറി ചെന്നിട്ട് തനിക്ക് വേണ്ടപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളോട് എഴുന്നേക്കാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റു. ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു.
ജനത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ അവൾ മരിച്ചു. സകല പ്രതീക്ഷകളും അസ്തമിച്ചു. വിലാപഗാനം ആലപിക്കാൻ തുടങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അതാണ് സത്യം. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നാം നോക്കിക്കാണുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ, സ്വപ്നങ്ങൾ തകർന്നു പോയ, മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ലാത്ത, ജീർണിച്ച, ചീഞ്ഞളിഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലും ദൈവത്തിന് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ, വിശ്വാസത്തിൻ്റെ നയനങ്ങളിലൂടെ നോക്കാൻ നമ്മൾ പഠിച്ചാൽ. കർത്താവേ, നിന്റെ വചനം, നിന്റെ സ്വരം, വചനം പറഞ്ഞതുപോലെ അത് അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്വരമാണല്ലോ. ദൈവമേ, നിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുന്നതൊക്കെ നിറവേറുമെന്ന് നീ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവേ നിന്റെ വചനം അയക്കണമേ. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വചനം, ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും സന്തോഷവും തരുന്ന വചനം തമ്പുരാനെ നീ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ലോകമെമ്പാടും ഇരുന്ന് വല്ലാത്ത ഭാരത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നടുവിലിരുന്ന് കർത്താവിനെ വിളിക്കുന്ന മക്കളുണ്ടാകാം. ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവർ, ഭാവി ജീവിതം തകർന്നു പോയി എന്ന് പറയുന്നവർ ഒക്കെ ഉണ്ടാകാം. കുടുംബത്തിലും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരുണ്ടാകാം. മക്കളെ, നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ അത്ഭുതം കാണാൻ പറ്റും. നിന്റെ ബുദ്ധി, നിന്റെ കഴിവ്, നിന്റെ ഇന്നലകളുടെ അനുഭവം, നിന്നോട് മന്ത്രിച്ച സകല നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മീതെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. അവിശ്വാസത്തോടെ ഒരു കുടുംബമായി ലോകമെമ്പാടും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മനെ നമുക്ക് ചേർത്ത് നിർത്താം. നമ്മോട് കൂടെ പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഒരുപക്ഷെ നമുക്കറിയില്ല. പക്ഷേ ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. ഈശോയെ മഹത്വപ്പെടുത്തുന്ന സമയമാണ്. ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കും നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഉയർത്തി ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കളിലേക്ക് തമ്പുരാനെ നിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നീ വെളിപ്പെടുത്തണമേ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കാൻ പറ്റുമെന്നങ്ങ് പറഞ്ഞല്ലോ. ദൈവമേ, നിന്റെ മുമ്പിൽ സകലതും സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ വചനത്തിൽ സകലതും നിറവേറ്റപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂപ്പുകരങ്ങളോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ, നമ്മളെ ഈ ദിവസങ്ങളിലൊക്കെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, യാചിച്ചിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ളവർ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർ എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെതായ അസ്വസ്ഥതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമാധാനം സ്ഥാപിക്കപ്പെടാൻ, പ്രകൃതിക്ഷോഭങ്ങളുടെ നടുവിൽ വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, ദേശങ്ങളെല്ലാം സമർപ്പിക്കാം. തമ്പുരാനെ നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ, സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,